ഞാനിവിടെ ആദ്യമായിട്ടാണ്. ഞാനും ആദ്യമായിട്ടാ വരുന്നത്. യൂണിഫോമില് പാർക്കിലും കൊടയും ചൂടി വന്നിരിക്കാൻ മോളിക്ക് വായോ. എന്താ നിന്റെ പേര്? എന്താ ഇവിടെ പരിപാടി? ഞങ്ങള് ഫ്രണ്ട്സാ, ഒന്നിച്ച് എന്തിനാ പഠിക്കണ? എഞ്ചിനീയറിംഗ്. ഇതാണ് മോളെ എഞ്ചിനീയറിംഗ്. ഇതാണെങ്കിൽ എന്നെയും കൂടി പഠിപ്പിക്കും മോളെ എഞ്ചിനീയറിംഗ്. അയ്യോ, അവിടെ എന്തോ പ്രശ്നം കേട്ടാ. ഞാൻ നോക്കിട്ടില്ല. ദേവനെ ശരിയാടാ, പോലീസിനെ വിളിക്കരുത്, ഇനി ഉണ്ടാവില്ല. അപ്പൊ പരിപാടി മറ്റത് തന്നെ. ഹലോ, എന്താ പ്രശ്നം? എന്തു ചേട്ടാ? എന്താ കൊടയം ചൂടിയിരുന്ന് എഞ്ചിനീയറിംഗ് എടുത്തോരുന്നു, ഞങ്ങൾ കയ്യോടെ പിടിച്ചതാ. എത്ര വയസ്സായി? 19. മോൾക്കോ? 19. അപ്പൊ കുഴപ്പമില്ല, എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പ്രായമല്ലോ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ ആരും കിട്ടില്ലേ? അവരെ വീട്ടുകാർ നിങ്ങളെ ഏൽപ്പിച്ചിട്ടൊന്നും ഇല്ല ഇതൊന്നും നോക്കാൻ. പിന്നെന്താ പ്രശ്നം? ഇതൊക്കെ ചോദിക്കാൻ നീ ആടുന്നുണ്ടേ. മേത്തോട്ടളിക്കല്ലേ? ഇവിടെ ആർക്കാണ് ചുമ്മന സമരം നടത്തണ്ടേ? അവനെ സാറേ, കുറച്ച് എന്നെ നോക്കണ നിക്കണം. ഞാൻ കേറിയല്ലേ. അങ്ങോട്ട് നീങ്ങിരിക്കടാ. കൊറേ ആയി ഓടിക്കാൻ തുടങ്ങിയിട്ട്. സംഭവം നിയമപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഇതുപോലുള്ള കേസായിട്ട് എൻ്റെ കൈ കിട്ടിയ നല്ല ഇടി ഞാൻ ഇടിക്കും. മനസ്സിലായോ? ഇനി കോളേജിൽ പോവാന്ന് പറഞ്ഞാൽ കോളേജിൽ പോകണം, അല്ലാതെ പാർക്കിൽ പോകരുത്. ഇല്ല സാർ, ഇനിയുണ്ട്. എന്നാ വയ്ക്കോ, വിളിച്ചോണ്ട് പോടോ. മര്യാദയ്ക്ക് വളർത്തണം പിള്ളേരെ. തന്തയും തള്ളയും എല്ലാത്തിനും ഞാൻ അടിക്കും. എന്തൊരടി അടിക്കുന്നത്, ഒരുപാട് മനുഷ്യ പറ്റില്ലാത്ത. അവരങ്ങനെ തീർന്നു പോയാലോ? ഇടിക്കട്ടോ, അന്ന് അവൻ ആ ഹോട്ടലിൽ വന്ന് എന്തിനാണെന്ന് അറിയണ്ടേ? സഹദേവ, നീ എല്ലാറ്റും ന്യായീകരിക്കുമ്പോൾ ഇതും ന്യായീകരിക്കല്ലേ? എടോ, അവനെങ്ങനെ തീർന്നു പോയാലേ നമ്മളെല്ലാരും കുടുങ്ങുന്നാണോ എന്റെ പ്രശ്നം? കേട്ടോന്നേ, തട്ടലും മുട്ടലും കൂടാതെ ആ പൈസ എങ്ങനെ നമ്മുടെ കൈ കിട്ടുന്ന ഞാൻ ചിന്തിക്കുന്നത്. അതിലൊരു പങ്ക് കിട്ടിയാൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല, എന്നാ ഒരു നല്ല ഇടിച്ചോട്ടെ. അയ്യോ സാറേ, താൻ എന്തോടെ കാണിക്കുന്നേ? ആളെ മനസ്സിലായോ?
നമ്മുടെ ജോർജിന്റെ ഹോട്ടലിൽ ഇടിക്കാടോ താനാര് ഭരചന്ദ്രൻ IPS അതോ ബൽറാം ഇവനെ കുഞ്ഞുമോന്റെ ആളാ സാറേ. ഒന്ന് മാറോ അല്ലെങ്കിൽ അവൻ ചത്തു ഒന്ന് മാറോ സാറേ, അന്ന് എന്നെ കുറെ ഓടിച്ചോ. ഇരിക്കവിടെ ഇരിക്കാൻ ചോദിക്കാൻ ഒന്ന് തെളിച്ച് അത് പറയുന്നത്. ഇങ്ങനെയാണ് ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ നിനക്ക് തല്ലുള്ളത് രക്ഷപ്പെടാം സത്യം മാത്രം പറയുള്ളൂ സാർ. പറ എന്ത്? നേരെ നിക്കടാ നീ എന്തിനാ ഹോട്ടലിൽ വന്നത് പൊറോട്ട ഞാൻ പൊറോട്ട ബീഫ് തന്നെ സത്യം കിട്ടും. നിനക്ക് കുഞ്ഞമ്മതുമായിട്ട് എന്താ ബന്ധം ആരാണത്? കുറെ നേരം ഈ സാറ് ചോദിക്കുന്നത് എനിക്കറിയില്ല. കുറെ നേരം ഇല്ല കേട്ടിട്ടുമില്ല സാർ, സത്യം കിട്ടും. ഇതിനാണ് തല്ലിയത്. നിന്റെ ഫോൺ എടുത്തേ തുറന്നേ ലോക്കൊന്നിൽ ഇങ്ങനെ വരച്ചാൽ മതി വെറുതെ. സാർ ബാലൻസ് Okay. കേട്ടോ. കോണ്ടാക്ട് ലിസ്റ്റിലോ ഫോൺ ഹിസ്റ്ററിയിലോ കുഞ്ഞമ്മ നമ്പർ ഉണ്ടോ നോക്കി ഇതിനകത്ത് കുഞ്ഞുമാമന്റെ നമ്പർ ഒന്നുമില്ല സാറേ. അപ്പൊ അവന് കുഞ്ഞമ്മതുമായിട്ട് വലിയ ബന്ധമൊന്നും കാണുകയല്ല ആ. പിന്നെ നീ എന്തിനാടാ അന്ന് ഹോട്ടലിൽ ഞങ്ങളുടെ ടേബിളിന്റെ അടിയിലോട്ട് കയറി വന്നേ? അയ്യോ അത് സാറേ കാര്യം. അത് ഞാൻ ഒരു പലിശക്കാനെ കണ്ടപ്പോൾ കയറി ഒളിച്ചതാണ്. അയാളെ കണ്ടപ്പോൾ കയറി അതിൻ്റെ അകത്ത് കയറിയതാണ്. സത്യം ഇടും സാറേ. ഒന്ന് പറയാം സാറേ, സത്യം കിട്ടും. ആ വക്കീലേ, എന്താ നമ്മുടെ സ്റ്റേഷനിലോട്ടൊക്കെ? വക്കീലായി പോയില്ലേ, അപ്പൊ കോടതി സ്റ്റേഷനൊക്കെ കയറിറങ്ങേണ്ടി വരുമല്ലോ. വക്കീലിരിക്ക്. എന്താ വിശേഷിച്ച് ഇവിടെ ഡിസൂസ എന്ന പേരുള്ള ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഡിസോസിയോ ഇല്ല, അങ്ങനെ ഒരാൾ കസ്റ്റഡി ഇല്ല. അയ്യോ ഞാൻ ഡിസൂസ സാർ. നീ എസ്തപ്പാന്നല്ലടാ പറഞ്ഞേ? അല്ല ഡിസൂസ എസ്തപ്പാൻ അങ്ങനെ രണ്ടുപേരുണ്ട് സാർ. ചിലർ ഡിസൂസ വിളിക്കും, ചിലർ എസ്തപ്പാൻ എന്ന് വിളിക്കും. എന്താണ് സാർ ഞാൻ എന്താ അയാൾക്കെതിരെയുള്ള ചാർജ്? പബ്ലിക് ന്യൂസൻസ്. കുഞ്ഞോ അപ്പൊ മെഡിക്കലൊക്കെ എടുക്കുമായിരിക്കും അല്ലേ? നല്ല തല്ല് കിട്ടിയ പോലെ ഉണ്ടല്ലോ. മെഡിക്കലൊക്കെ എന്തിനാ ഞങ്ങൾ ഇതിന് കേസൊന്നും എടുക്കുന്നില്ല. ആളുകൾ കൂട്ടം കൂടുതൽ തല്ലുന്ന കണ്ടപ്പോ ഇദ്ദേഹം വന്ന് രക്ഷിച്ചു, അത്രേ ഉള്ളൂ. ലേടോ ആ ഈ സാറേ എന്നെ രക്ഷപ്പെടുത്തിയത്. കേസൊന്നും എടുത്തില്ലെങ്കിൽ എനിക്കയാളെ കൊണ്ടുപോകാലോ അല്ലേ? കൊണ്ടോ ഇനി മേലെ എത്ര അഭ്യാസമായിട്ട് വന്നാക്കൽ. ഞാനെന്ത് സാർ ഫോൺ. താങ്ക് യു സാർ. പറ്റേ സാർ, പോവാം മാഡം. ഇവരെന്താ എന്നെ വിളിക്കാൻ വന്നത്? ആരും ഇട്ടത്? സാറെന്താ കേസൊന്നും ഇല്ലെന്ന് പറഞ്ഞു? പിന്നെ പറയാതെ എടോ മെഡിക്കലിൽ കൊണ്ടുപോയി താൻ തന്നെ അപ്പെടാൻ പോകുന്നേ. പണ്ടൊരു ആദിവാസി ചെക്കനെ തല്ലിയതിനെ നമ്മുടെ ലക്ഷ്മണനെ 6 മാസം അകത്ത് കിടത്തിയത് ഓർമ്മയുണ്ടോ? ആ മുതലായത് ആക്ടിവിസ്റ്റാ, ആക്ടിവിസ്റ്റ്. ചേച്ചി ആ സൈഡിലൊന്ന് നിർത്തിയാൽ മതി. ഇവിടെ നിർത്തിയാൽ മതി. ആരാണ് അയച്ചത്? ആശ അയച്ചതാ. ആശേ? ആ ആശ.